ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, എല്ലാവർക്കും മക്കളുള്ളതാണ്. കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ തലയിൽ നിങ്ങൾ പെട്ടുപോയതിനു ശേഷം കിടന്ന് കരയേണ്ട അവസ്ഥ വരും. അത്തരം രീതിയിലേക്ക് ആർക്കും വരരുത് എന്ന് വെച്ചിട്ടാണ് ഇത്തരം രീതിയിലേക്ക് വാർത്ത ചെയ്യുന്നത്. മര്യാദക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയോ? എന്റെ ബ്രദറിന്റെ മുന്നിൽ പോലും ഞാനൊരു വൃത്തിയിട്ട പെൺകുട്ടിയാണ്. അവരൊക്കെ എന്നെ അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത്. ഞാൻ അങ്ങനത്തെ രീതിയിലൊന്നും നടന്നിട്ട് പോലും ഇല്ല. എന്റെ അച്ഛൻ ഞാൻ കാരണം എല്ലാവരും മുന്നിൽ നിന്നാണ് കെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ എന്റെ കമ്മല്, വള എന്ന ഐറ്റംസ് ഒക്കെ അവർ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലത്തെ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് മോതിരം, മൂക്കുത്തി, അതൊക്കെ അവരത്രയ്ക്ക് നല്ല രീതിയിലാണ് എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത്. നാളെ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ആരും ഇരിക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാം, കുട്ടികളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക, 100% ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പെട്ടുപോയാൽ പിന്നെ ആ പെട്ടതിന് ശേഷം പെടുത്തിക്കൊണ്ടേയിരിക്കും, അതിൽ നിന്ന് ഊരാൻ കഴിയില്ല. അത്തരം രീതിയിലേക്ക് ഇവരെ ജാമാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ചേച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു 3 ഗ്രാമിന്റെ മാല കൊണ്ടുപോയിട്ട് അവരത് എനിക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഗ്യാരണ്ടി മാലയായിട്ടാ. ഇപ്പൊ ഞാൻ ആ കള്ളിയായി അവരുടെ മുന്നിൽ ഗ്യാരണ്ടി മാലയായി കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ അവരുടെ മുന്നിൽ മോശക്കാരിയായി, കള്ളിയായി. ഇപ്പൊ മര്യാദക്ക് പണിക്ക് പോലും പോവാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നില്ല നീ. എന്റെ വീട്ടിലും നാട്ടിലൊന്നും എനിക്കൊരു വിലയില്ലാത്ത അവസ്ഥയാക്കി. അവിടെയാണ് എനിക്ക് കള്ളത്തരം മനസ്സിലായത്. അയാൾ എന്നെ പറ്റിക്കായിരുന്നു ഇത്രയും കാലമായിട്ട്. ഇത്തരം വീഡിയോകള് ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരുപാട് പരാതികളാണ് വരുന്നത്. ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുന്നത് സ്ത്രീകൾ പെട്ടുപോകരുതെന്ന് വെച്ചാൽ, സ്ത്രീകള് നമുക്കറിയാം ശരിക്കും സ്നേഹം കിട്ടാത്ത കുറെ ആളുകളുണ്ടാവും. പുരുഷന്മാരും സ്ത്രീകളൊക്കെ സ്നേഹം കിട്ടാത്ത കുറച്ച് ആളുകളുണ്ടാവും. ഈ സ്നേഹം കിട്ടാത്ത കുറച്ച് ആളുകളാണ് ഈ സ്നേഹം കുറച്ച് കാണുമ്പോൾ കയറി പിടിക്കുക. നിങ്ങളെ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള സംഭവങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ അറിയാത്ത രീതിയിലേക്ക് പുതുതലമുറക്ക്, പുതുകുട്ടികൾക്ക്, ന്യൂജൻ കുട്ടികൾക്ക് നമ്മൾ അറിയാത്ത രീതിയിലേക്ക് പല ആപ്പും പരിചയമുണ്ട്. നമ്മൾ പോലും അറിയാതെ അവർ ആപ്പിലൂടെ പരിചയപ്പെട്ട് ഇത്തരം കെണിയിൽ വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങൾക്ക് മുൻപ് പങ്കുവെക്കുന്നത്. നമസ്കാരം. കേരളത്തിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള പരാതികളാണ്, സ്ത്രീകളുടെ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണം പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് പല ആളുകളൊക്കെ സ്നേഹം നടിച്ച് വലിയ രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ പണം കൈക്കലാക്കുന്ന രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഒരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ്. ആരും പറ്റിപ്പിനിരാകരുത്, പെട്ടുപോകരുത് എന്ന് വെച്ചാണ് ഇത്തരം രീതിയിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. നമ്മൾ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയുടെ നിമിഷ നേരം കൊണ്ട്, അതായത് ഒരു മാസം കൊണ്ട് 7,50,000 രൂപ അടിച്ചു മാറ്റി. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ഞാൻ ഈ സൂരജ് എന്ന് പറഞ്ഞ വ്യക്തിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ആളിനോട് ഇങ്ങോട്ടാണ് മെസ്സേജ് അയച്ചിട്ട് കുറേ കാലമായി. അപ്പം ഞാനത് റീഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ആൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അറിയുന്നവരാരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ആളോട് ചോദിച്ചു എന്നെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അവർ പറയുന്നത്, ഞാൻ കുറിച്ചിൽ വർക്ക് എടുക്കാൻ വന്ന ആളാണ്, ഞാൻ നിങ്ങളെ കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ, ഒരുപാട് പേര് വരുന്നുണ്ടാവുമല്ലോ, അപ്പം നമ്മളെ കണ്ടു പരിചയം അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വൽ ടോക്കായിട്ട് സംസാരിച്ച് ആളെന്നെ പ്രൊപ്പോസ് ചെയ്തു. ആളോട് പറഞ്ഞത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആളോട് ആദ്യം തന്നെ പറഞ്ഞു, തൻ്റെ ഏജ് എത്രയാണെന്ന് അറിയാവോ? ഞാൻ ഒന്നാമത് മാരീഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതുമല്ല ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനായിട്ട് ചെറിയൊരു ഇഷ്യൂലാണ്, അതുകൊണ്ട് വീട്ടിലാണെന്നും ഞാൻ പറഞ്ഞു. എനിക്ക് ഇപ്പം തന്നെ ഈ ഒരു കല്യാണം അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും ഇപ്പോൾ താല്പര്യമേ ഇല്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ആൾക്ക് ഓരോ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. ആള് ചെറിയ എമൗണ്ടുകൾ വാങ്ങി ലാസ്റ്റ് എത്തിയപ്പോൾ വലിയ എമൗണ്ടുകളിലേക്കായി. ആളത് എടുത്ത് തരും. അതുപോലെ എൻ്റെ കമ്മല്, വള എന്ന ഐറ്റംസ് ഒക്കെ അവർ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലത്തെ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് മോതിരം, മൂക്കുത്തി, അതൊക്കെ അവരത്രയ്ക്ക് നല്ല രീതിയിൽ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കൊണ്ടുതരും, അല്ലെങ്കിൽ അത് വേഗം പെട്ടെന്ന് തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയത്. പക്ഷെ അവരെന്നെ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു. അവരുടെ വാക്കുകൾ ഒരു കള്ളത്തരായിട്ട് തോന്നിയതേ ഇല്ല എനിക്ക്. അതുപോലെ എന്നെ വിശ്വസിപ്പിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന 2 ചേച്ചിമാരെ അവര് അത്രയ്ക്ക് കൺവിൻസ് ചെയ്തിട്ടാണ് അവര് സംസാരിച്ചത്. നമുക്കൊരിക്കലും അയാളൊരു
കള്ളത്തരം ചെയ്യുകയാണെന്നോ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ട് ഒന്നുമില്ല എന്നോട്. അപ്പൊ അങ്ങനെ ഞാൻ ആ ആളെ അത്രയ്ക്ക് തറവായിട്ട് വിശ്വസിച്ചു പോയി. ഇപ്പൊ ലാസ്റ്റ് അയാള് എന്റെ പ്രിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു 3 ഗ്രാമിന്റെ മാല കൊണ്ടുപോയിട്ട് അവരത് എനിക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഗ്യാരണ്ടി മാലയായിട്ടാ. അവിടെയാണ് എനിക്ക് കള്ളത്തരം മനസ്സിലായത്. അയാൾ എന്നെ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലമായിട്ട്. അവര് മിലിറ്ററിയിലാ വർക്ക് ചെയ്യണതെന്നും ഇപ്പോ എന്തോ ഒരു ഇഷ്യൂ കാരണം, ആക്സിഡന്റ് കാരണം പോവാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ലീവ് വാങ്ങിയതാണെന്നും, അതുപോലെ എനിക്ക് വയനാട് ചൂരൽമലന്റെ അവിടെ 2 വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ഒഴുക്കിൽ പെട്ടുപോയി, അപ്പൊ അതിന്റെ പൈസ പാസ്സാവുന്നുണ്ട് 30 ലക്ഷം. അപ്പൊ തന്നോട് വാങ്ങിയ കടങ്ങളൊക്കെ ഞാൻ ആ പൈസ കിട്ടിയിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് എനിക്ക് ഓരോ ഐഡിയകൾ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ ഫോണിന് ലോൺ എടുത്താൽ മതിയെന്നും, അങ്ങനെ ആയാൽ നിനക്ക് കുറച്ച് നിനക്ക് പൈസ തന്ന് 3 മാസത്തെ അടവ് കറക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ മാസം മുതൽ നമുക്കൊന്ന് മൊത്തം ക്ലോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരായിരുന്നു എനിക്ക് ഓരോ ബുദ്ധി പറഞ്ഞു തന്നിരുന്നത്. ലാസ്റ്റാണ് അവർ പറഞ്ഞത് അവരുടെ ആധാരം പണയം വെച്ചിട്ട് നമുക്കത് എടുക്കാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 3 ഗ്രാമിന്റെ മാല നീ എന്താ കൊണ്ടുവരാത്തത് ചോദിച്ചു. ആ 3 ഗ്രാമിന്റെ മാല ഞാൻ പണയം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പണയം വെക്കാൻ വേണ്ടിയല്ലോ നിനക്ക് ഞാൻ ആ മാല തന്നത്, നീ എപ്പൊ തന്നെ എടുത്തു തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഉറപ്പ് കൊടുത്തിട്ടല്ല ആ മാല കൊണ്ടുപോയത്. ഇപ്പൊ ഞാൻ ആ കള്ളിയായില്ല അവരുടെ മുന്നിൽ, ഗ്യാരണ്ടി മാലയായി കൊടുത്തും ചെയ്തു. ഇപ്പൊ ഞാൻ അവരുടെ മുന്നിൽ മോശക്കാരിയായി, കള്ളിയായി. ഇപ്പൊ മര്യാദക്ക് പണിക്ക് പോലും പോവാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നില്ല നീ. എന്റെ വീട്ടിലും നാട്ടിലും ഒന്നും എനിക്കൊരു വിലയില്ലാത്ത അവസ്ഥയാക്കി. അങ്ങനെയൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങള് ആ ചേച്ചി തന്നെ കംപ്ലൈന്റ് ചെയ്തു എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്ത പോലീസുകാരൊക്കെ എന്നെ അങ്ങനത്തെ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്, നോക്കിയിരുന്നതും അവർ അങ്ങനത്തെ രീതിയിലാണ്. ഇത്രയും മാന്യമായിട്ട് നടക്കുന്ന ഒരു പെണ്ണല്ലേ നീ എന്തിനാ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങളൊക്കെ കാട്ടിയെന്ന് ചോദിച്ചിട്ട് അവരെന്നോട് അവിടുത്തെ ഒരു വുമൺ കോൺസ്റ്റബിൾ ആണ് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞത്. ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡം ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, അവര് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അവരവിടെ നിന്ന് പറയാ, ഞാൻ അതുവരെ അവരിനോട് പറഞ്ഞു ഞാൻ മാലയെ വാങ്ങിയിട്ടില്ല എന്നാ. പിന്നെ ഞങ്ങൾ സാറ് ഇടപെട്ട് പറഞ്ഞപ്പോൾ CCTV ഫുട്ടേജ് ഉണ്ട്, നീ മാല വാങ്ങണതും കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട്, അപ്പൊ നീ വാങ്ങിയിട്ടില്ല എന്ന് കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നിമിഷത്തിൽ അവർ പറഞ്ഞു ഞാൻ മാല വാങ്ങിയിട്ടുണ്ടെന്നും ഞാൻ അപ്പൊ തിരിച്ചു കൊടുത്തതാണെന്നും. അപ്പൊ തിരിച്ചു കൊടുത്തത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു, ഗ്യാരണ്ടി മാലയാണ് തിരിച്ചു കൊടുത്തത്, അല്ലാതെ അത് ഒറിജിനൽ മാലയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു ബാങ്കിൽ നിന്ന് മാറിപ്പോയതാണ്, ഞാൻ അത് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുതരാന്ന്. വൈകുന്നേരം ആയിട്ടും ഈ മാല സംഭവം എത്താത്തത് കൊണ്ട് ഞാൻ ആ ചേച്ചിനെ തന്നെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു. എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാണ്ട് ആ ചേച്ചിനോട് നീ തന്നെ സംസാരിച്ചോ എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിരുന്നു. എന്നിട്ട് അതൊക്കെ നീ പോലീസ് സ്റ്റേഷനിൽ മറച്ചു വെച്ചു. അവരപ്പം അതൊന്നും പറഞ്ഞില്ല, അവർ പറഞ്ഞു മാല തന്നിട്ടില്ലാന്നും ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞ്. ലാസ്റ്റ് ആ പോലീസുകാരൻ ചൂടായപ്പോഴാണ് അവർ പറഞ്ഞ മാല വാങ്ങിയിട്ടുണ്ട്, ഞാൻ ഈ 15-ാം തീയതി ഡേറ്റ് ആ സമയത്തിനുള്ളിൽ ഞാൻ മാലയോ അല്ലെങ്കിൽ അതിനിപ്പത്തെ തൂക്കത്തിനനുസരിച്ചുള്ള പൈസയോ കൊണ്ടുതരാന്ന് പറഞ്ഞാണ്ട് അവര് എഴുതി ഒപ്പിട്ട് വാങ്ങിയത്. പക്ഷെ അവരെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങിയിട്ടില്ല, എൻ്റെ ബ്രദറിന്റെ കയ്യിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ എൻ്റെ സൈനും മാത്രമേ അവർ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം അവിടുത്തെ PRO ആണ് പറഞ്ഞത് ഇവരെ പേരിൽ നമുക്കിവിടെ പരാതി എടുക്കാൻ പറ്റില്ല, നിങ്ങൾ മഞ്ചേരി സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പരാതി കൊടുക്കുള്ളൂ. അങ്ങനെ മഞ്ചേരി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ അവരവിടുന്ന് കുറെ ചീത്ത പറഞ്ഞു, SI കുറെ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ PRO ചോദിച്ചു എന്താണ് ശരിക്ക് നടന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവരവനെ വിളിപ്പിച്ചാണ്ട് ഇങ്ങനെ ആദ്യം നല്ല രീതിയിൽ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൈസ തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല, ഇവര് നുണ പറയാണ്, എനിക്ക് ഇങ്ങനത്തെ പൈസ ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവര് വരട്ടിച്ചപ്പോഴാണ് അവൻ സത്യം പറഞ്ഞത്, ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് 6 മാസത്തിൽ ഗ്യാപ്പ് വേണം, അപ്പൊ ഞാൻ കൊടുത്തു തീർത്തോളാം. അപ്പോൾ 15-ാം തീയതി ഞാൻ അതേപോലെ തന്നെ അവർ പറഞ്ഞ തുക ഞാൻ കൊടുത്തോണ്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ അവര് പോലീസുകാർ അപ്പൊ തന്നെ പറഞ്ഞു 6 മാസം ഒന്നും ഗ്യാപ്പ് തരൂല, നീ നാളെ തന്നെ പോയിട്ട് ഏതെങ്കിലും ലോണ് പാസ്സാക്കാൻ നോക്ക്, എന്നിട്ട് ഈ കുട്ടിയുടെ പൈസ കൊടുത്ത് തീരുമാനാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കും പറ്റിക്കപ്പെടുക എന്ന് ആദ്യം മനസ്സിലായിരുന്നു? എനിക്ക് അതൊന്നും മനസ്സിലായില്ല. അവര് അങ്ങനത്തെ രീതിയിലല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും അയാൾ പറയുന്നത് കള്ളത്തരാണെന്നോ. നിങ്ങൾ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണോ നിങ്ങളോട് സംസാരിച്ചത്? ഇഷ്ടമാണെന്ന് പറ്റിക്കപ്പെടുക അറിഞ്ഞിട്ടേ ഇല്ല. അതുപോലെ പറയുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ അവരെ മെസ്സേജ് അയക്കുന്നതിലൂടെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റെ ഷോപ്പിലെ ചേച്ചിമാരെ വരെ അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു.
ചേച്ചി അവളോട് അങ്ങനെ പറയും ചേച്ചി, അവളെന്താ ഇങ്ങനെ പെരുമാറുന്നു ചേച്ചി, അവൾക്ക് ഇന്നെ ഇഷ്ടല്ലേ, അങ്ങനെ രീതിയിൽ അവനിങ്ങനെ നിങ്ങൾ അതിൽ പെട്ടുപോയി. പ്രത്യേകിച്ച് ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുന്നത് സ്ത്രീകൾ പെട്ടുപോയിരുന്നോ വെച്ചാൽ, സ്ത്രീകള് നമുക്കറിയാം ശരിക്കും സ്നേഹം കിട്ടാത്ത കുറെ ആളുകളുണ്ടാവും. പുരുഷന്മാരും സ്ത്രീകളൊക്കെ സ്നേഹം കിട്ടാത്ത കുറച്ച് ആളുകളുണ്ടാവും. ഈ സ്നേഹം കിട്ടാത്ത കുറച്ച് ആളുകളാണ് ഈ സ്നേഹം കുറച്ച് കാണുമ്പോൾ കയറി പിടിക്കുക. പക്ഷേ കൃത്യമായ രീതിയിലേക്ക് പറ്റിക്കണം എന്നുള്ള പ്ലാനോട് കൂടി ചെയ്യുമ്പോഴാണ് ഈ സംഭവം വരിക. അതായത് സ്വർണ്ണമാല കൊണ്ടുപോയി മുക്കുമാല കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ രീതിയിലേക്ക് ചീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് മാത്രമാണ് ഇത്തരം വീഡിയോകൾ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരുപാട് പരാതികളാണ് വരുന്നത്. രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ രാത്രി വരെ ഈ പരാതികൾ, ഒട്ടുമിക്ക പരാതികളൊക്കെ പരിഹാരം കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ പരാതികളൊക്കെ നമുക്ക് കേട്ടാൽ നമുക്ക് ഷോക്കാവുന്ന രീതിയിലേക്കുള്ള പരാതികളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം രീതിയിലേക്ക് കുടുങ്ങിയ ആളുകളുണ്ടാവും. ആ കുടുങ്ങുമ്പോൾ വീണ്ടും അവരെ ഈ കുടുങ്ങിയത് പോരട്ടെ എന്ന് വെച്ച് വീണ്ടും അവരെ സഹായിക്കുന്ന ആളുകൾക്ക് അലേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നത്. പാവപ്പെട്ട കുറെ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, രണ്ടുപേരുണ്ടാവും. ഇത് പറ്റിക്കലില് സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായി കാണുന്നതല്ല. പക്ഷേ സ്ത്രീകൾ പെട്ടെന്ന് പെട്ടുപോകും. അത്തരം രീതിയുണ്ട്. അതായത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി ഇതിന് മുന്നോട്ട് പോകലാണ് ഇതിന്റെ ആദ്യ പടി എന്നുള്ള സംഭവം. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സ്ത്രീകള്, പെൺകുട്ടികള്, ഇപ്പോ എല്ലാവർക്കും മക്കളുള്ളതാണ്. കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ തലയിൽ നിങ്ങൾ പെട്ടുപോയതിനു ശേഷം കിടന്ന് കരയേണ്ട അവസ്ഥ വരും. അത്തരം രീതിയിലേക്ക് ആർക്കും വരരുത് എന്ന് വെച്ചിട്ടാണ് ഇത്തരം രീതിയിലേക്ക് വാർത്ത ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള സംഭവങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ അറിയാത്ത രീതിയിലേക്ക് പുതുതലമുറക്ക്, കുട്ടികൾക്ക്, ന്യൂജൻ കുട്ടികൾക്ക് നമ്മൾ അറിയാത്ത രീതിയിലേക്ക് പല ആപ്പും പരിചയമുണ്ട്. നമ്മൾ പോലും അറിയാതെ അവർ ആപ്പിലൂടെ പരിചയപ്പെട്ട് ഇത്തരം കെണിയിൽ വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങൾക്ക് മുൻപ് പങ്കുവെക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തതിന് ശേഷം FIR ഇട്ട് കഴിഞ്ഞാൽ ഈ പറ്റിക്കപ്പെട്ടവന്റെ ഫോട്ടോ അടക്കം എടുത്ത് പുറത്തിടും ഞാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രീതിയിലേക്ക് പാവപ്പെട്ട സ്ത്രീകളെ പണം പറ്റിച്ചുകൊണ്ട് നടക്കുന്ന, സ്നേഹം നടിച്ച് പണം പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും വെറുതെ വിടാൻ പാടില്ല. അതായത് ഇവര് ഒരേ സമയത്ത് 4, 5, 6 ആളുകളെ ഇവരെ പണസമ്പാദത്തിന് വേണ്ടി, പണലാഭത്തിന് വേണ്ടി മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പ്രബുദ്ധ മലയാളികൾ താമസിക്കുന്ന കേരളത്തിൽ നിങ്ങൾ ഈ മൊബൈലൊക്കെ ലോൺ എടുത്തു കൊടുത്തു? മൊബൈലൊക്കെ ലോൺ എടുത്തു കൊടുത്തു. അതൊക്കെ വെവ്വേറെ ആൾക്കാരുടെ പേരിലാണ് ഞാൻ ലോൺ എടുത്തു കൊടുത്തത്. ഒന്ന് എന്റെ ഫ്രണ്ടിന്റെ, ഒന്ന് എന്റെ ഏടത്തിയമ്മന്റെ പേരില്, 2 എന്റെ പേരിൽ തന്നെ ഞാൻ എടുത്തു കൊടുത്തു. അവരൊക്കെ അത് അടച്ചു. അവൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് അടയ്ക്കാം, എങ്ങനെയെങ്കിലും കുറേശ്ശെ ആയിട്ട് അടച്ചിട്ട് 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം മൊത്തമായിട്ട് ക്ലോസ് ചെയ്ത് തരാം ഞാൻ, ഈ പൈസ കിട്ടിയിട്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഈ 15-ാം തീയതിന്റെ മുന്നേ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവരുടെ ഫോൺ. ഇത്തരം രീതിയിലേക്ക് ഈ വാർത്ത ഈ പറ്റിച്ച ആള് കാണുവാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫോട്ടോ അടക്കം പുറത്തുവിടും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പു തരാണ്. കാര്യം FIR ഇട്ട ഫോട്ടോ അടക്കം പുറത്തു വരും. ഇതൊരു ഇൻഫർമേഷന് വേണ്ടി പങ്കുവെക്കുന്നതാണ്. ജനങ്ങള്, അല്ലെങ്കിൽ പെൺകുട്ടികള്, അല്ലെങ്കിൽ പയ്യന്മാരും പറ്റിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് സ്ത്രീകളാണ്. സ്നേഹം നടിച്ചാണ് ആദ്യം ഇതിന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അവിടുന്നാണ് ഈ സംഭവം തുടങ്ങിയത്. ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലും മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയോ. എന്റെ ബ്രദറിന്റെ മുന്നിൽ പോലും ഞാനൊരു വൃത്തികെട്ട പെൺകുട്ടിയാണ്. അവരൊക്കെ എന്നെ അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത്. ഞാൻ അങ്ങനത്തെ രീതിയിലൊന്നും നടന്നിട്ട് പോലും ഇല്ല. എന്റെ അച്ഛൻ ഞാൻ കാരണം എല്ലാരും മുന്നിൽ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത് നാളെ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ആരും ഇരിക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോ പ്രത്യേകിച്ച് പറയാം, കുട്ടികളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക, 100% ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പെട്ടുപോയാൽ പിന്നെ ആ പെട്ടതിന് ശേഷം പെടുത്തിക്കൊണ്ടേയിരിക്കും, അതിൽ നിന്ന് ഊരാൻ കഴിയില്ല. അത്തരം രീതിയിലേക്ക് ഇവരെ ജാമാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, ഇത്തരം വീഡിയോകൾ വെറുതെ പങ്കുവെക്കുന്നില്ല. നിങ്ങൾ ആരും പെട്ടുപോകരുതെന്ന് വെച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പങ്കുവെക്കുന്നതാണ്. നന്ദി, നമസ്കാരം.